ആണ്. ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായത് നമ്മുടെ പ്രൈസ് ടാഗ് ഉണ്ടല്ലോ. അപ്പോൾ പ്രൈസ് ടാഗിൽ ചിലത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, പക്ക ട്രാൻസ്പെറൻ്റ് അല്ല, കുറച്ചൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തതാണ്. ജസ്റ്റ് ആ ഒരു ദീപം വരച്ചിട്ട് ജസ്റ്റ് ഹാപ്പി ദീപാവലി എന്നൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്, ഹാപ്പി ദീപാവലി. ഓക്കെ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ സാധാരണ നമ്മൾ അക്രിലിക് കളേഴ്സാണ് കൊടുക്കാറ്, പക്ഷെ ഇത് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്ലാസ് കളേഴ്സ് തന്നെ കേട്ടോ. ഗ്ലാസ് കളറ് ഇതുപോലെ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഈ ഒരു രീതിയിലാട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വർക്കാണ്. നമ്മുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് എന്താ പറയുക ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഷെയ്ക്ക് ആവുന്നത് കുഞ്ഞുമാവ കാലിട്ടിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണേ. അപ്പം നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ സോറിയേ. കുഞ്ഞാവനെ നമുക്ക് മടി തന്നെയാണ് വെച്ചിട്ടുള്ളത്, മാറ്റാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വർക്കൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കാം. ഓക്കെ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സാദാ മെഴുകുതിരി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സാദാ മെഴുകുതിരിയിൽ ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിങ് വർക്കാട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാം, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറയാവോ? കേൾക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ലൈവില്? ഹലോ, ഇതിൽ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ഹലോ, നമ്മുടെ ലൈവിൽ ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു ഹായ് പറയാവോ? ഹലോ, ഹായ്. ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പം നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ഗ്ലാസ് പെയിൻറ്റിങ് വർക്കുകളൊക്കെ മുമ്പത്തെ ലൈവിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞാവനെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഇനി വീണ്ടും കാണിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്യാൻഡിലൊന്ന് കത്തിച്ച് കാണിച്ചാൽ തന്നെ കേട്ടോ. ഇപ്പം കുഞ്ഞാവയുടെ മൂത്തക്കൊക്കെ ഉണ്ടെങ്കിൽ ആള് പിടിച്ചുകൊണ്ടിരുന്നോളും. അപ്പം നമുക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ ആൾ മദ്രസയിൽ പോയേക്കുക. അവനുണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്പാട്ടോ. രണ്ടാമത്തെ ആൾ ഈ കുഞ്ഞാവനെ പിടിച്ചിട്ടിരിക്കാനുള്ളൊരു ആയിട്ടില്ല. ആൾ നോക്കും, പക്ഷെ കയ്യിൽ കുറച്ച് നേരം പിടിച്ചിട്ടിരിക്കാൻ ആൾക്ക് പറ്റില്ല. അതാണ്.